ഞായറാഴ്ചയും അവധി ദിവസങ്ങളും കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചിരിക്കുന്ന വളരെ സന്തോഷമുള്ള നിമിഷമാണല്ലേ. കുറച്ച് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ച് എല്ലാവരും ആഘോഷമാക്കേണ്ട ദിവസം. ഓരോ വീടുകളിലും ഇങ്ങനെയുള്ള ഒഴിവുവേളകളിൽ നമ്മളൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇടയ്ക്ക് കുടുംബവും ഒന്നിച്ച് യാത്രയൊക്കെ പോകാറുണ്ടോ? ഒന്നിച്ചിരുന്ന് അല്പസമയം സംസാരിക്കാറുണ്ടോ? എവിടെയാതെ സമയം? തിരക്കിട്ട ജീവിത രീതികളും ജോലി സമ്മർദ്ദങ്ങളും മക്കളുടെ പഠനവുമൊക്കെ കാരണം ആകെ നെട്ടോട്ടമാണ്. എന്നാൽ വീട്ടിൽ മൊബൈൽ നോക്കിയിരിക്കാനും സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കാനും എല്ലാവർക്കും നേരമുണ്ട്. പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവരോട് മനസ്സൊന്ന് പങ്കുവെക്കാനോ അവരുടെ കൂടെ ഇരിക്കാനോ സമയമില്ലാത്ത അവസ്ഥയാണ്. ഓരോ വീടുകളിലും കുടുംബ ബന്ധങ്ങളിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കണം കേട്ടോ. മക്കൾ തലതെറിച്ച് പോയെന്നും വീട്ടിൽ ദുരന്തം സംഭവിച്ചെന്നും പറഞ്ഞ് പിന്നീട് പരിതപിക്കരുത്. കേരളത്തിലെ ക്രൈം നിരക്കുകൾ പരിശോധിച്ചാൽ അത് ഏറ്റവും കൂടുതൽ വീടുകളിലാണ്. അതുപോലെ കൂട്ടമരണങ്ങളും. കൊച്ചിയിലെ വാടക വീട്ടിലെ ഒരു കുടുംബത്തിലെ 5 പേരുടെ ആത്മഹത്യ ഞെട്ടിപ്പിക്കുന്നതാണ്. ആ കേസിനൊപ്പം വർക്കലയിൽ വിദേശ വനിതയ്ക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമവും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന പരസ്യവും പ്രചാരണവും ഒക്കെ കണ്ടാണ് വിദേശികൾ കേരളത്തിലേക്ക് വരുന്നത്. വളരെ മനോഹരമായ നാട്, കുറേ നല്ല മനുഷ്യർ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മലയാളികൾക്ക് ആകെ നാണക്കേടുണ്ടാക്കുന്ന ചില ആളുകളും ഇവിടെ ഉണ്ടെന്നേ. വിദേശികളെ ആക്രമിക്കുന്ന, അവർക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടുന്ന സംഭവങ്ങൾ പതിവായി കേൾക്കുന്നുണ്ട്. തിരുവനന്തപുരം വർക്കലയിൽ റഷ്യൻ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയതാണ് ഒടുവിലത്തെ സംഭവം. രാവിലെ ബീച്ചിലെത്തിയ യുവതിയെ കടന്നു പിടിച്ചെന്നാണ് പരാതി. കേസിൽ വർക്കല സ്വദേശിയായ അനസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വർക്കല സൗത്ത് ക്ലിഫിലെ റിസോർട്ടിൽ നിന്നും കുന്നൻചെരുവിലെ പടിക്കെട്ടുകൾ വഴി കടൽ തീരത്തേക്ക് ഇറങ്ങിപ്പോയ റഷ്യൻ യുവതിക്ക് നേരെ അക്രമി നഗ്നതാ പ്രദർശനം നടത്തുകയായിരുന്നു. പോലീസിൽ പരാതി നൽകുമെന്ന് അറിയിച്ചോടെ ഇയാൾ യുവതിയുടെ ദേഹത്ത് കടന്നു പിടിച്ചു. കുതിറിമാറി രക്ഷപ്പെട്ട യുവതി പിന്നീട് വർക്കല പോലീസിൽ പരാതി നൽകി. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി വർക്കല പോലീസ് വ്യാപകമായി തെരച്ചിൽ നടത്തി വരികയായിരുന്നു. വർക്കല സ്വദേശിയായ പ്രതി അനസിനെ ഇതിനിടെ ചിറയൻകീഴ് പോലീസ് മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് വർക്കല പോലീസ് അറിയിച്ചു. വയസ്സുള്ള അനസിനെ ചിറയൻകീഴ് പോലീസ് രാവിലെ അതിസാഹസികമായാണ് പിടികൂടിയത്. വർക്കല, കടക്കാവൂർ, 5 തെങ്ങ് സ്റ്റേഷനുകളായി 40ഓളം കേസുകളിലെ പ്രതിയാണ് അനസ്. നിരവധി വിദേശ സഞ്ചാരത്തിലെത്തുന്ന വർക്കലയിൽ യുവതിക്ക് നേരെ ഉണ്ടായ അതിക്രമം ആശങ്ക പരത്തിയിട്ടുണ്ട്. ന്യൂസ് 18 വർക്കല. 7 മാസം മുൻപ് കരൾ രോഗബാധിതനായിരുന്ന ഭർത്താവ് അക്ഷതിൻ്റെ ആത്മഹത്യ. പിന്നീട് പറക്കമുറ്റാത്ത 3 കുരുന്നുകളെയുമായി ജീവിതത്തോട് മല്ലടിച്ച അശ്വതി എന്ന യുവതി. 14 വയസ്സുള്ള മകൻ്റെ രോഗവും ഭർത്തൃവീട്ടുകാരുടെ കുത്തുവാക്കുകളും അശ്വതിയെ മാനസികമായി തളർത്തി. അങ്ങനെ ദുരന്തങ്ങൾ വേട്ടയാടിയപ്പോൾ 3 കുഞ്ഞുങ്ങളെയും അമ്മയെയും കൂട്ടി ജീവനൊടുക്കാൻ അവൾ തീരുമാനിക്കുന്നു. തിരുവനന്തപുരം വെളപ്പിൽശാല സ്വദേശിനി അശ്വതിയെയും അമ്മ ശ്രീകുമാരിയെയും മക്കളെയും കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയും മകളും ഒരു മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും മക്കൾ 3 പേരും പുത്തിനുടുപ്പുകളും കണ്ണിൽ കൂളിംഗ് ഗ്ലാസും ധരിച്ച് കട്ടിലിൽ മരിച്ചു കിടക്കുന്നതുമായ കാഴ്ച ഏവരുടെയും ഉള്ളുലയ്ക്കുന്നതായിരുന്നു. രണ്ടു മാസം മുൻപാണ് അശ്വതിയും മക്കളും അടങ്ങുന്ന കുടുംബം വടുതലയിൽ വീട് വാടകയ്ക്കെടുത്തത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മൂത്ത മകൻ കാർണിവിന്റെ ചികിത്സാവശ്യവുമായി ബന്ധപ്പെട്ടെത്തിയതാണ്. വീട്ടുടമ ദുബായിലായിരുന്നു. 2 മാസമായി അശ്വതിയും കുടുംബവും ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും അയൽവാസികളുമായൊന്നും ബന്ധമുണ്ടായിരുന്നില്ല.
ടാക്സിയിൽ പുറത്തേക്ക് പോകുന്നതും വരുന്നതും മാത്രമാണ് അയൽക്കാർ കണ്ടിട്ടുള്ളത്. 2 ദിവസമായി വീട്ടിൽ ആളനക്കം കാണാത്തതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെ വീട്ടുടമയുടെ സഹോദരന്റെ മകൻ വന്നു നോക്കിയപ്പോൾ വീടകത്തു നിന്നും പൂട്ടിയതായും എയർ കണ്ടീഷണർ പ്രവർത്തിക്കുന്നതായും കണ്ടു. കൈവശമുള്ള മറ്റൊരു താക്കോലെടുത്ത് തുറന്നു നോക്കിയപ്പോൾ മുറിയിൽ 2 സ്ത്രീകൾ തൂങ്ങി നിൽക്കുന്നു. ഉടൻ വാർഡ് കൗൺസിലറെ വിവരമറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടികൾ ഉൾപ്പെടെ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഉടൻ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം അമ്മയും മകളും ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. കരൾ രോഗബാധിതനായിരുന്ന അശ്വതിയുടെ ഭർത്താവ് അക്ഷത് 7 മാസം മുൻപ് ജീവനൊടുക്കിയിരുന്നു. ഈ ആഘാതത്തിന് പിന്നാലെ ഭർത്തൃ വീട്ടുകാരുമായി തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായെന്ന് സൂചനയുണ്ട്. കുടുംബത്തിന്റെ കൂട്ടമരണം വടുതലയിലെ നാട്ടുകാരിലും ഇവരുടെ സ്വദേശമായ പൂവച്ചലിലും നടുക്കമുണ്ടാക്കിയിരിക്കുകയാണ്. അശ്വതി എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പിൽ കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. അക്ഷതിന്റെ മരണത്തിന് കാരണം അശ്വതിയാണെന്ന തരത്തിൽ വിമർശനമുണ്ടായിരുന്നതായും ഭർത്താവിന്റെ വേർപാടും ഈ കുറ്റപ്പെടുത്തലുകളുമാകാം ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. ഭർത്താവിന്റെ മരണവും പിന്നാലെയുണ്ടായ പ്രശ്നങ്ങളും ഇവരെ തളർത്തിയിരുന്നതായി വിവരമുണ്ട്. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മരുന്നുകളും മറ്റും കണ്ടെത്തി. കുട്ടികൾക്ക് നൽകിയ പാനീയത്തിന്റെ അവശിഷ്ടങ്ങളും വീട്ടിൽ നിന്ന് ലഭിച്ചു. അശ്വതിയും മക്കളും ഭർത്താവ് അക്ഷതിന്റെ പൂവച്ചലിലുള്ള വീട്ടിലായിരുന്നു താമസം. അക്ഷത് കഴിഞ്ഞ ജൂലൈ 17 ആത്മഹത്യ ചെയ്തിരുന്നു. അശ്വതിയും ഭർത്താവുമായുള്ള അഭിപ്രായ വ്യത്യാസം കുടുംബ ബന്ധത്തെ ഉലച്ചിരുന്നതായി പറയുന്നു. അക്ഷതിന്റെ മരണശേഷം അശ്വതിയുടെ ഭർത്താവിന്റെ അമ്മ ഉഷയുമായി വസ്തു സംബന്ധിച്ച് തർക്കം നിലനിന്നിരുന്നു. അക്ഷതിന്റെ കാർ ഉൾപ്പെടെയുള്ള 3 വാഹനങ്ങൾ വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി ഉഷ പോലീസിൽ പരാതി നൽകിയിരുന്നു. മരിച്ച അശ്വതിക്ക് നാട്ടിൽ ആരോടും കാര്യമായ അടുപ്പമില്ല. 15 വർഷം മുൻപ് അശ്വതിയുടെ പേരിൽ വാങ്ങിയ വീടാണ് വെളുപ്പിൽശാലയിലുള്ളത്. ഈ വീട്ടിൽ സ്ഥിരമായി താമസിച്ചിരുന്നത് അശ്വതിയുടെ അമ്മ ശ്രീകുമാരിയാണ്. അച്ഛൻ കല്ലിയൂർ സ്വദേശി സുരേന്ദ്രൻ നായർ കുടുംബവുമായി അകന്നു കഴിയുകയാണ്. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. പാലക്കാട് ഷൊർണൂരിലും പരിസര പ്രദേശങ്ങളിലും ആക്രി സാധനങ്ങൾ വിറ്റ് ജീവിക്കുന്നവരെയും നാടോടികളെയും ഒക്കെ കാണാറുണ്ട്. പലരും ഇതര സംസ്ഥാനക്കാരാണ്. ഊരോ പേരോ അറിയില്ല. കടത്തിണ്ണകളിലും ബസ് സ്റ്റാൻഡുകളിലുമൊക്കെയാണ് അന്തിയുറങ്ങുന്നത്. തമിഴ്നാട് സ്വദേശിയായ മുരുകനും ഇങ്ങനെ ആക്രി വിൽപ്പനയുമായി ഷൊർണൂരിലെത്തിയതാണ്. കഴിഞ്ഞ 1.5 വർഷത്തോളമായി ഇവിടെ ബസ് സ്റ്റാൻഡിലാണ് താമസം. പതിവ് പോലെ രാവിലെ ഉറക്കമുണരാത്തത് കൊണ്ട് സമീപത്തെ കടവുടമ വിളിച്ചപ്പോൾ ആളിന് അനക്കമില്ല. പിന്നീട് പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ മുരുകൻ മരിച്ച നിലയിൽ. ശരീരത്തിൽ മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകമെന്നാണ് സംശയം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഷൊർണൂർ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിനുള്ളിലാണ് വയോധികനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആക്രി സാധനങ്ങൾ പെറുക്കി വിറ്റിരുന്ന തമിഴ്നാട് സ്വദേശി മുരുകനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിന് സമീപത്തെ വിശ്രമ സ്ഥലത്താണ് മൃതദേഹം കണ്ടത്. സമീപത്ത് കട നടത്തുന്നയാളാണ് മൃതദേഹം ആദ്യം കണ്ടത്. പിന്നീട് പോലീസിനെ വിവരമറിയിച്ചു. തലയിൽ മുറിവുണ്ട്. ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇയാൾ കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി കുളപ്പുള്ളിയിലും പരിസര പ്രദേശങ്ങളിലുമായി ഉള്ളയാളാണെന്ന് പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. കൊലപാതക സാധ്യത തള്ളാതെയാണ് അന്വേഷണം. ഷൊർണൂർ ഡിവൈഎസ്പി സജു കെ എബ്രഹാം സംഭവ സ്ഥലത്തെത്തിയിരുന്നു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി.
ന്യൂസ് 18 പട്ടാമ്പി. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആനക്കൊമ്പ് മോഷണത്തിൽ കള്ളൻ കപ്പലിൽ തന്നെയാണോ? ക്യാമ്പിലെ ഉദ്യോഗസ്ഥനും ഭാര്യയ്ക്കുമെതിരെ തെളിവുകൾ ലഭിച്ചെന്നാണ് സൂചന. ഉന്നത ഉദ്യോഗസ്ഥനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പോലീസ് നിർണായകമായ ചില വിവരങ്ങൾ കണ്ടെത്തി. പുറത്തുനിന്നുള്ളവരാണ് ആനക്കൊമ്പ് മോഷ്ടിച്ചതെന്നായിരുന്നു ആദ്യം കരുതിയതെങ്കിൽ പിന്നീട് CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് സൂചനകൾ ലഭിച്ചത്. എന്നാൽ അന്വേഷണത്തിൽ പോലീസിന്റെ മുന്നിൽ ഇപ്പോഴും കുറേ വെല്ലുവിളികളുണ്ട്. ഫെബ്രുവരി 13-നാണ് ആനക്കൊമ്പ് മോഷണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുന്നത്. 2 കോടി രൂപയോളം വില വരുന്ന 2 ആനക്കൊമ്പുകളാണ് ക്യാമ്പിൽ നിന്ന് നഷ്ടമായത്. ഇതിന് തലേദിവസം ക്യാമ്പിൽ DJ പാർട്ടി നടന്നിരുന്നു. കനത്ത സുരക്ഷയിൽ ക്യാമ്പിലെ ഓഫീസേഴ്സ് ക്ലബിൽ സൂക്ഷിച്ചിരുന്ന ആനക്കൊമ്പുകൾ മോഷ്ടിക്കപ്പെട്ടത് അധികൃതരെ ഞെട്ടിച്ചിരുന്നു. ക്യാമ്പിലേക്ക് പുറത്തുനിന്ന് വന്ന ആളുകളാണ് ആനക്കൊമ്പ് മോഷ്ടിച്ചത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്. എന്നാൽ അന്വേഷണം പുരോഗമിക്കവേ ക്യാമ്പിലുള്ളവർ തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ആനക്കൊമ്പുകൾ ക്യാമ്പ് വിട്ടു പോയിട്ടില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. ക്യാമ്പിലെ ഉദ്യോഗസ്ഥനും ഭാര്യയ്ക്കുമെതിരെ തെളിവുകൾ ലഭിച്ചെന്നാണ് സൂചന. അതേസമയം സൈനിക ക്യാമ്പുമായി ബന്ധപ്പെട്ടതിനാൽ അന്വേഷണത്തിൽ പല പ്രതിസന്ധികളും പോലീസ് നേരിട്ടിട്ടുണ്ട്. ക്യാമ്പ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് അനുമതികൾ ആവശ്യമാണ്. ഇതുവരെയും പോലീസിന് ക്യാമ്പിലെ കാർഡ് പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. 1929-ൽ സർക്കാർ സൈന്യത്തിന് കൈമാറിയതാണ് നഷ്ടമായ ആനക്കൊമ്പുകൾ. ന്യൂസ് 18 തിരുവനന്തപുരം. ആഫ്രിക്കൻ ഖനികളിൽ നിന്ന് നേരിട്ട് സ്വർണം വാങ്ങി നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കള്ളക്കടത്ത്. അതിനായി ഉഗാണ്ടയിലെ ഏജന്റിന്റെ സഹായം. കന്നഡ നടി രന്യ റാവുവിനെ സ്വർണ്ണക്കടത്ത് കേസിൽ പിടികൂടിയപ്പോഴാണ് ഈ ഉഗാണ്ടൻ കഥ പറഞ്ഞു കേട്ടത്. സ്വർണ്ണക്കടത്ത് ഏജന്റ് തന്നെയും പങ്കാളിയെയും കബളിപ്പിച്ച് 2 കോടി രൂപ തട്ടിയെടുത്തതായി താരം EDക്ക് മൊഴി നൽകി. ആഫ്രിക്കയിൽ നിന്ന് നേരിട്ട് സ്വർണം നൽകാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ദുബായ് വഴി ഇന്ത്യയിലേക്ക് സ്വർണം കടത്തുന്നതിന് മുൻപാണ് ഈ തട്ടിപ്പ് നടന്നതെന്ന് ED കുറ്റപത്രത്തിൽ പറയുന്നു. മാർച്ച് 3-ന് ദുബായിൽ നിന്നും ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് രന്യ റാവുവിനെ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ പിടിച്ചത്. ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിൽ 12.56 കോടി രൂപ വില മതിക്കുന്ന 14.213 കിലോ സ്വർണ്ണമാണ് കണ്ടെടുത്തത്. കർണാടകയിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ K. രാമേന്ദ്ര റാവുവിന്റെ വളർത്തുമകളാണ് രന്യ റാവു. ഈ സ്വാധീനം ഉപയോഗിച്ച് രന്യ നിരവധി തവണ സ്വർണം കടത്തിയായി കണ്ടെത്തിയിരുന്നു. രന്യയും പങ്കാളി തരുൺ കൊണ്ടുരുവും ആഫ്രിക്കയിൽ ഖനികളിൽ നിന്ന് സ്വർണം വാങ്ങാനുള്ള ശ്രമത്തിനിടെ തട്ടിപ്പിനിരയായെന്ന് EDയുടെ കുറ്റപത്രത്തിൽ പറയുന്നു. ഉഗാണ്ടയിലെ സ്വർണ്ണക്കടത്ത് ഏജന്റ് തന്നെയും പങ്കാളിയെയും പറ്റിച്ച് 2 കോടി രൂപ തട്ടിയെടുത്താണെന്നാണ് നടി EDക്ക് മൊഴി നൽകിയത്. രന്യയും തരുൺ കൊണ്ടൂർ രാജുവും ചേർന്ന് ദുബായിൽ വിറ ഡയമണ്ട്സ് ട്രേഡിംഗ് എന്ന കമ്പനി തുടങ്ങിയിരുന്നു. ആഫ്രിക്കൻ ഖനികളിൽ നിന്ന് നേരിട്ട് സ്വർണം വാങ്ങാൻ ഉഗാണ്ടയിലെ ഏജന്റായ ബെൻ വഴിയാണ് ശ്രമിച്ചത്. ഇതിനായി 2 കോടിയിലധികം രൂപ നൽകിയെങ്കിലും സ്വർണം കിട്ടിയില്ല. പിന്നീട് കെനിയയിലും സമാനമായ രീതിയിൽ ഇവർക്ക് പണം നഷ്ടപ്പെട്ടു. തുടർന്നാണ് ദുബായ് വിപണിയിൽ നിന്ന് സ്വർണം വാങ്ങി ഇന്ത്യയിലേക്ക് കടത്താൻ തുടങ്ങിയത്. 2024 മാർച്ചിനും 2025 മാർച്ചിനും ഇടയിൽ 127 കിലോ സ്വർണം ഇവർ കടത്തിയായാണ് EDയുടെ കണ്ടെത്തൽ. അമേരിക്കൻ പാസ്പോർട്ടുള്ള തരുൺ സ്വർണം സ്വിറ്റ്സർലൻഡിലേക്കോ തായ്ലൻഡിലേക്കോ കയറ്റുമതി ചെയ്യുകയാണെന്ന് ദുബായ് കസ്റ്റംസിനെ വിശ്വസിപ്പിക്കും. തുടർന്ന് വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് ഈ സ്വർണം രന്യയ്ക്ക് കൈമാറുകയും അവർ അത് ഇന്ത്യയിലേക്ക് കടത്തുകയുമായിരുന്നു പതിവ്. രന്യ റാവുവിനെ കൂടാതെ തരുൺ കൊണ്ടുരു, സ്വർണ്ണ വ്യാപാരിയായ സഹിൽ സക്കറിയ ജെയിൻ എന്നിവർക്കെതിരെയും കുറ്റപത്രം സമർപ്പിച്ചു. നടിയുടെ 34 കോടി രൂപയുടെ ആസ്തികൾ കണ്ടുകെട്ടി. വൻകിട ജുവലറികൾക്കും ഇടനിലക്കാർക്കുമാണ് ഇവർ സ്വർണം കൈമാറിയെന്നാണ് പ്രാഥമിക വിവരം. ന്യൂസ് 18 ബംഗളൂരു. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇത്തരം എക്സ്ചേഞ്ചുകൾ. ആഭ്യന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന നിരോധിത സംഘടനകൾ വിദേശ രാജ്യത്തുള്ളവരുമായി ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന സുരക്ഷിത മാർഗമാണിത്.
ഇങ്ങനെയുള്ള സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ കേരളത്തിൽ ചിലയിടങ്ങളിൽ രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിലാണ് ഇതേക്കുറിച്ച് വിവരം ലഭിച്ചത്. കേസിൽ പുത്തൂർ സ്വദേശി ഫാരിസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനിടെ പണം വെച്ച് ചീട്ട് കളിച്ച 2 സംഘത്തെയും കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് 6 ലക്ഷത്തിലധികം രൂപയും പിടിച്ചെടുത്തു. സിം ബോക്സും മറ്റ് ഉപകരണങ്ങളുമായി കോട്ടക്കലിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിപ്പിച്ചുവന്ന യുവാവിനെയാണ് കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോട്ടക്കൽ പുത്തൂർ ആട്ടിരി സ്വദേശി സൽമാനുൽ ഫാരിസിനെയാണ് അറസ്റ്റ് ചെയ്തത്. കോട്ടക്കൽ ഏവീസ് ജംഗ്ഷനിലെ ഒരു കെട്ടിടത്തിലായിരുന്നു സൽമാനുൽ ഫാരിസ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിയിരുന്നത്. ഗൾഫിലുള്ള ഒരാൾ വഴിയാണ് സിം ബോക്സും മറ്റു ഉപകരണങ്ങളും ഇയാൾ സംഘടിപ്പിച്ചതെന്നറിയുന്നു. 3 മാസമായി ഇയാൾ ഇവിടെ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിവരികയായിരുന്നു. കർണാടകത്തിലെ മടിവാള പോലീസ് സ്റ്റേഷനിലും സൽമാനുൽ ഫാരിസിനെതിരെ സമാന കുറ്റകൃത്യത്തിന് കേസുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. അതേസമയം കോട്ടക്കൽ മേഖലയിൽ പണം വെച്ച് ചീട്ടു കളിക്കുന്ന സംഘങ്ങൾക്കായി വ്യാപക പരിശോധന നടത്തുകയാണ്. 2 ദിവസങ്ങളിലായി 19 പേരെ അറസ്റ്റ് ചെയ്തു. 1/2 ലക്ഷം രൂപയിലധികം പിടിച്ചെടുത്തിട്ടുണ്ട്. ഞായറാഴ്ച പുലർച്ചെ പുത്തൂർ അരിച്ചോൾ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് 35,000 രൂപയുമായി 14 പ്രതികൾ പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി ആട്ടിരി ഭാഗത്ത് നടന്ന പരിശോധനയിൽ 25,000 രൂപയുമായി 5 പേരും അറസ്റ്റിലായി. പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. പെട്രോൾ പമ്പുകളിൽ ജോലി ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ജീവിക്കാൻ മറ്റും നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് പലരും ഉപജീവനത്തിന് രാത്രിയിൽ ഉറക്കമിളച്ച് പോലും തൊഴിലെടുക്കുന്നത്. എന്നാൽ രാത്രി സമയങ്ങളിൽ പല വെല്ലുവിളികളെയും കവർച്ചാ ശ്രമങ്ങളെയും ഒക്കെ അതിജീവിക്കേണ്ടി വന്ന നിരവധി സംഭവങ്ങളുണ്ട്. ചിലപ്പോൾ ആക്രമണങ്ങളും കൊള്ളയും പിടിച്ചുപറിയും ഒക്കെ നേരിടേണ്ടി വരാം. എറണാകുളം പുത്തൻകുരിശിന് സമീപം പട്ടിമറ്റത്ത് പെട്രോൾ പമ്പിൽ രാത്രിയിൽ ജീവനക്കാർക്ക് നേരെ ആക്രമണം നടത്തിയത് നിസ്സാരമായി കാണാൻ കഴിയില്ല. ടൂറിസ്റ്റ് ബസ്സിലെ ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് മർദ്ദിച്ചെന്ന പരാതിയിൽ പുത്തൻകുരിശ് പോലീസ് കേസെടുത്തു. ആക്രമണത്തിൽ 20 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നും പരാതിയിൽ പറയുന്നു. പട്ടിമറ്റം പുളിഞ്ചോളിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിന്റെ ഡിസ്പെൻസറിയിൽ ബസ്സിടിച്ചത് ചോദ്യം ചെയ്തതിനാണ് ജീവനക്കാരെ സംഘം ചേർന്ന് മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 11:30 ഇന്ധനം നിറയ്ക്കുന്നതിനായി പമ്പിലേക്ക് കയറ്റിയ വേടൻ എന്നു പേരുള്ള ബസ് അശ്രദ്ധമായി പിന്നോട്ടെടുത്തപ്പോൾ ഡിസ്പെൻസർ മെഷീനിൽ ഇടിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത പമ്പിലെ ജീവനക്കാരനെ ബസ് ജീവനക്കാരും കൂടെയുണ്ടായിരുന്ന ചില യാത്രക്കാരും ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസുകാർക്ക് നേരെയും സംഘം തട്ടിക്കയറുകയും പമ്പിൽ ഭീകരാന്തരീക്ഷമുണ്ടാക്കുകയും ചെയ്തു. അക്രമികൾ ലഹരി ഉപയോഗിച്ചിരുന്നതായും പരാതിയിൽ പറയുന്നു. മെഷീൻ തകർന്നത് മൂലം ഏകദേശം 20 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പമ്പ് അധികൃതർ അറിയിച്ചു. അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പമ്പിലെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പമ്പിൽ രാത്രികാലങ്ങളിൽ ജോലി ചെയ്യാൻ ഭയമാണെന്നും ജീവനക്കാർക്ക് ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പുത്തൻകുരിശ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊച്ചി. വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് മോഷണം പതിവാകുന്നു. കവർച്ചാ സംഘങ്ങൾ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. നാട്ടിലെങ്ങും ആശങ്ക പരത്തുന്ന കാഴ്ച.
കോഴിക്കോടും പാലക്കാടും ഉണ്ടായ കവർച്ചാ പരമ്പരയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കോഴിക്കോട് ഓമശ്ശേരിയിൽ ഫ്രൂട്ട്സ് കടയിൽ രാത്രിയിലാണ് മോഷണം നടന്നത്. 10,000 രൂപയും 2 സംഘടനകൾ കടയിൽ സ്ഥാപിച്ച ധർമ്മപ്പെട്ടിയിലെ പണവും മോഷണം പോയെന്നാണ് പരാതി. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് ക്ഷേത്രഭണ്ഡാരം കുത്തി തുറന്നായിരുന്നു കവർച്ച. ഓമശ്ശേരി തിരുവമ്പാടി റോഡിലുള്ള KK ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലാണ് പുലർച്ചെ 4 മണിയോടെ മോഷണം നടന്നത്. കടയുടെ ലോക്കിടാത്ത ഷട്ടർ തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന 10,000-ഓളം രൂപയും 2 സംഘടനകൾ കടയിൽ സ്ഥാപിച്ച ധർമ്മപ്പെട്ടിയിൽ നിന്നുള്ള പണവുമാണ് മോഷണം പോയത്. രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് കടയുടമ കൊടുവള്ളി പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ജനുവരിയിൽ ഓമശ്ശേരിയിലെ ഹോട്ടലിൽ കയറിയ മോഷ്ടാവിനോട് രൂപസാദൃശ്യമുള്ള ആളാണ് CCTV ദൃശ്യത്തിലുള്ളതെന്ന് കടയുടമ പറയുന്നു. പാലക്കാട് ശ്രീകൃഷ്ണപുരത്താണ് ക്ഷേത്രഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. വടക്കൻ വെള്ളിനേഴി തൃപ്പൂലിക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ഓടുകൾ പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഒരു ഭണ്ഡാരത്തിൽ നിന്ന് മാത്രമേ പണം അപഹരിച്ചിട്ടുള്ളൂ. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കോഴിക്കോട്, പാലക്കാട്. കേരളത്തിലേക്കുള്ള കഞ്ചാവ് കടത്തിൻ്റെ ഇടനാഴിയാവുകയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ എത്തിയാൽ ചാക്കും പടി കഞ്ചാവ് എത്തിക്കുന്ന സംഘങ്ങളെ കാണാം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ദീർഘദൂര ട്രെയിനുകളിലാണ് ലഹരിക്കടത്ത്. അതിനിടപാടുകാരും ഇടനിലക്കാരുമുണ്ട്. ഇതോടെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് RPF-ഉം എക്സൈസും പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നടത്തിയ പരിശോധനയിൽ 5 കിലോ കഞ്ചാവുമായി യുവാവിനെ പിടികൂടി. ഷൊർണൂർ റെയിൽവേ സംരക്ഷണ സേനയും പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 കിലോ കഞ്ചാവ് പിടിച്ചത്. കഞ്ചാവ് എത്തിച്ച ഒഡീഷ സ്വദേശി രഘു ഖന്തലിനെ അറസ്റ്റ് ചെയ്തു. വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവാണ് പിടിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വലിയ തോതിലാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വഴി കഞ്ചാവ് എത്തുന്നത്. ദീർഘദൂര ട്രെയിനുകളിലാണ് ഇവ എത്തിക്കുക. കഞ്ചാവ് കടത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറുകയാണ് ഷൊർണൂർ. എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് മോഹനൻ, RPF സബ് ഇൻസ്പെക്ടർ K അനൂപ് കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KK ബാലകൃഷ്ണൻ, സൽമാൻ റസാലി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ദീപു, അനൂപ് രാജ്, ഷൊർണൂർ റെയിൽവേ സംരക്ഷണ സേനയിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അജിത് കുമാർ, ഹെഡ് കോൺസ്റ്റബിൾ സാബിൻ, കോൺസ്റ്റബിൾ പ്രവീൺ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് 18 പട്ടാമ്പി. തെരഞ്ഞെടുപ്പ് സമയമാണ്. വോട്ടിന് വേണ്ടി വാവിട്ട പരാമർശങ്ങൾ നടത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് മതവിദ്വേഷവും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും നിയമക്കുരുക്കുണ്ടാക്കുമെന്ന് നേതാക്കളെല്ലാം മനസ്സിലാക്കണം കേട്ടോ. വിവാദ പരാമർശത്തിൽ BJP നേതാവും ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥിയുമായ V ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ നടപടി. വോട്ട് തേടുന്നതിനു വേണ്ടി മതസാമുദായിക വികാരങ്ങൾ ഉപയോഗിക്കാനാകില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. ഹൈന്ദവ ജനസംഖ്യയുള്ള ഗുരുവായൂരിൽ കഴിഞ്ഞ 50 വർഷമായി ഒരു ഹിന്ദു MLA ഇല്ലെന്നും ഇടതു വലതുപക്ഷങ്ങൾ ഹൈന്ദവ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നില്ലെന്നുമാണ് V ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ഗോപാലകൃഷ്ണന്റെ പരാമർശം വിവാദമായതോടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തത്. സാമുദായിക വികാരം ഉപയോഗിച്ച് വോട്ട് തേടിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ. ജനപ്രാതിനിധ്യ നിയമം 1951-ലെ 123(3) വകുപ്പ് പ്രകാരവും
ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച മാതൃകാ പെരുമാറ്റച്ചട്ടത്തിലെ വ്യവസ്ഥകൾ പ്രകാരവുമാണ് പരാതിയിൽ കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത്. ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിനെതിരെ LDF നിയോജകമണ്ഡലം സെക്രട്ടറി C. സുമേഷും KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരും പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മുടെ വീടുകളിൽ പലപ്പോഴും ആഘോഷങ്ങളും സദ്യയും ഒക്കെ നടക്കാറില്ലേ? ചിലപ്പോൾ ഭക്ഷണം തികഞ്ഞില്ലെന്ന് വരാം, രുചി അല്പം കുറഞ്ഞു പോകാം. വീട്ടിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ആളെണ്ണം അനുസരിച്ചാണ് ഭക്ഷണം ക്രമീകരിക്കുന്നത്. എന്നാൽ ക്ഷേത്രങ്ങളിലും പള്ളികളിലുമൊക്കെ നേർച്ച സദ്യ കൊടുക്കുമ്പോൾ ഇങ്ങനെ കണക്കെടുക്കാൻ പറ്റുമോ? ചിലപ്പോൾ ഭക്ഷണം തികയാതിരിക്കാം എന്ന് കരുതി അവിടെ ഒരു പ്രശ്നമുണ്ടാക്കുന്നത് മര്യാദയാണ്. ആലപ്പുഴയിലെ ഒരു പള്ളിയിൽ കഴിഞ്ഞ ദിവസം യൗസേപ്പ് പിതാവിൻ്റെ ഊട്ടുനേർച്ചയിൽ പായസം തികയാത്തതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ സദ്യക്കെത്തിയ വിശ്വാസി പായസം ലഭിക്കാത്തതിന് വിളമ്പുകാരനെ ആക്രമിച്ച സംഭവം. കേസിൽ പ്രതി വഴിച്ചേരി സ്വദേശി ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പായസം കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിൽ പള്ളി ഭാരവാഹിയെ കല്ലുകൊണ്ട് ഇടിച്ച ജോസ് വീട്ടിലെത്തി അയാളുടെ അമ്മയെയും സഹോദരിയെയും ഭീഷണിപ്പെടുത്തുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. പരസ്പരം സ്നേഹിക്കാനും ക്ഷമിക്കാനുമൊക്കെ പറയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇതുപോലുള്ള പേക്കുത്തുകൾ കാട്ടുന്നതെന്ന് കേൾക്കുമ്പോൾ നാണക്കേട് തോന്നുന്നില്ല. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴെങ്കിലും ജോസിന് മാനസാന്തരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാവും. നമസ്കാരം.